വെക്കുന്ന ചട്ടി കറി വെക്കുന്നതെല്ലാം തുള്ളി കഴിക്കൂലോ. ഇതാണ് മൂന്നാള് മൂന്ന് ദിക്കിലുള്ള കുഞ്ഞളിങ്ങാവും. ഏയ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് നിങ്ങൾക്ക് തമിഴിൽ കണ്ടൊരു മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. എവിടത്തേക്കാന്നുള്ളത് ശരിക്കും കൺഫേം ആയിട്ടില്ല, എന്നാലും പാക്കിംഗ് എല്ലാം നടന്നുകൊടുക്കലാണ്. അങ്ങനെ ഇതാ ഞാൻ ഓരോ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കലാണ് കേട്ടോ. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 9 മണി 9:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. റഷി ഇവിടെ ഇല്ല, കളിയുണ്ട്, ക്രിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആ ഒരു ടൈമിലേക്ക് ഞാൻ എന്തായാലും ഒന്ന് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ മാത്രമല്ല, വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. എൻ്റെ ബ്രദർ, വൈഫ്, ഉമ്മ, പിന്നെ നമ്മളും. അങ്ങനെ ഒരു കാറിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യം 2 ദിവസത്തേക്കല്ലേ, അങ്ങനെ അത്ര ഡ്രസ്സൊന്നും വേണ്ടി വരില്ല എന്ന് വെച്ച് 2 ഡ്രസ്സ് മാത്രം എടുത്ത് വെച്ച്. പിന്നെ ബാഗിലേക്കാകുന്ന കേട്ടോ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നത്. പിന്നെ ഋഷി വന്നിട്ട് അത് ട്രോളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അയൺ ചെയ്ത് വെക്കുന്നില്ലേ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും മൊത്തത്തിലൊന്ന് കൊളായി പോവും. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഋഷി വന്നേരം ട്രോളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പിന്നെ ഹെന്തിയും ഹംദൻ്റെയും ചീർപ്പും ക്രീമും അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാതെ ഇതും ഞാൻ ഈ ബാഗിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറേ സ്പേസ് വേണ്ടി വരും, അതുകൊണ്ട് ചെറിയൊരു ബാഗിലേക്ക് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ വീട് പിന്നെ എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്ക് ഏകദേശം 11:30 മണിയായിട്ടുണ്ട്. ആ ഒരു ടൈമിനും ഋഷി എത്തിയിട്ടില്ല കേട്ടോ. 2-2:30 ആ ഒരു ടൈമിലാണ് എത്തിന്. പിന്നെ ഇതാ ഞങ്ങൾ രാവിലെ, ഇതിപ്പോൾ ഏകദേശം 10-10:30 ആയിട്ടുണ്ടാവും. രാവിലെ പോകണമെന്നുള്ള വിചാരിച്ചാൽ പിന്നെ അന്ന് ചെറിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട്. അപ്പോൾ അങ്ങനെ ലേറ്റായി പോയി. 10-10:30 ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എൻ്റെ വീട് വരുന്നത് കറക്റ്റ് ഇരിട്ടി വള്ളിത്തോടെ അങ്ങോട്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കൺഫേം ചെയ്തത് ഞങ്ങൾ എറണാകുളം പോകണോ ബാംഗ്ലൂർ പോകണോ. അങ്ങനെ ബാംഗ്ലൂരേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ആ ഒരു ചുരം കയറിയാൽ കർണാടകയിലെത്തിയില്ലേ. പിന്നെ 2 ട്രാവലിൻ്റെ കൊച്ചിയിലേക്കും ബാംഗ്ലൂരേക്കുള്ള ട്രാവലിംഗ് ടൈമിൽ സെയിമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കർണാടകയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പൊട്ടുന്ന ചിപ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ട്രാഫിക് ബ്ലോക്ക് അതെല്ലാം ഉണ്ടാകുക. ബാംഗ്ലൂർ റോഡാകുമ്പോൾ നമുക്ക് കാണാനുള്ള അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. ഇതിപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ലേ. ഇതേപോലെ നമുക്ക് ബ്ലോക്കും ട്രാഫിക്കും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. പിന്നെ പോകുന്ന വഴിക്ക് ഇപ്പം വോട്ടിൻ്റെ ഇലക്ഷനെല്ലാം ആയിട്ട് അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കുറച്ച് ടൈം എടുത്ത് എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഏകദേശം 1 മണി ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. ഇതാകുമ്പോൾ കേരള റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അവിടുന്ന് നെയ്ച്ചോറും ബിരിയാണി, പൊറോട്ട, ഫിഷ് കറി, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇതാ നേരെ മൈസൂർ റോഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. പിന്നെയാണെങ്കിൽ ഈ മൈസൂർ ബാംഗ്ലൂർ റോഡിലെ ഹൈവേ അതിൽ ടോൾ വരുന്നുണ്ട്. അതെല്ലാവർക്കും അറിയായിരിക്കും. അത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോക്കറ്റ് റോഡിലൂടെ വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈവേയിലൂടെയും പോവാട്ടോ. ടോള് എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം 2000 റുപ്പീസ് ആ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മളത് കട്ട് ചെയ്തിട്ട് പോക്കറ്റ് റോഡിലൂടെയും പോകുന്നുണ്ട്, അല്ലാണ്ട് ഈ ഒരു ഹൈവേയിലൂടെയും പോകുന്നുണ്ട്. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഈ ഒരു ഇതെല്ലാം കണ്ടേ നിങ്ങളൊരു വ്യൂ നല്ല അടിപൊളിയില്ലേ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്.
പിന്നെ നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുമോയെന്ന് സംശയമാണ്. പിന്നെ ആണെങ്കിൽ വാഷ്റൂം, ഈ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വാഷ്റൂം നീറ്റായിട്ടും ക്ലീനായിട്ടൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. അങ്ങനെ അത് രണ്ടും നല്ലൊരു വിഷയം തന്നെയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ വണ്ടർലയിലേക്കാണ് വന്നിട്ടുള്ളത്. വണ്ടർലിൻ്റെ അകത്ത് കയറാനല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അകത്ത് കയറണമെന്ന് താല്പര്യം ആർക്കും ഇല്ല കേട്ടോ, ആർക്കും താല്പര്യമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എപ്പോഴും ഇവിടെ തിരക്ക് തന്നെ ഉണ്ടാവും തോന്നുന്നത്. എന്നിട്ട് നമ്മൾ കയറിയിട്ടില്ല. മെയിനായിട്ട് ഫുഡ്, നല്ലൊരു ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിലും പിന്നെ വാഷ്റൂം യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാർക്കിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ എത്രത്തോളം ആൾക്കാരുണ്ട് ഇവിടെ എന്നുള്ളത്. അങ്ങനെ ആടെ നിന്നുള്ള ബാക്കോട്ടെന്നല്ലേ റൈഡിലാ? എനിക്ക് ആ റൈഡ് കയറണ പേടിണ്ടാ? ഇവിടെ പിന്നെ പുറത്ത് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ 4 മണി ആ ഒരു ടൈം കഴിഞ്ഞാലാണ് അത് ഓപ്പൺ ആവുള്ളൂ. ഫുഡൊന്നും ഉണ്ടാവില്ല, ഇപ്പോൾ ജ്യൂസ് മാത്രം, ആ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നൊന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല. എന്നാ വേണ്ടേ? ഹംദ പിന്നെ ആ ഒരു വാട്ടർ മെയിലിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെല്ലാം കുറേ ഫോട്ടോസെല്ലാം എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ഞാനും നിന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിന്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോക്കാന്ന് ഇറങ്ങലാന്ന്. പോകുന്ന വഴിക്ക് ചെറിയൊരു കട കണ്ടിട്ട് ഹംദ അവിടേക്ക് വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള സ്ഥിരം പരിപാടിയാണ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാണ്ട് പോകില്ല. അത് എവിടെ നിന്നായാലും നമുക്ക് ചെറിയ എന്തെങ്കിലും കുറച്ച് പേനയോ പെൻസിലോ അങ്ങനെ റബ്ബർ ഉണ്ടാവില്ല, ഇറേസർ, അങ്ങനെ എന്തെങ്കിലും എല്ലാം ആയിട്ട് വാങ്ങണം. ഇപ്പം ഓക്കെ ഇതാണെല്ലാം കുറച്ച് അത്യാവശ്യം നല്ല താല്പര്യമുണ്ട്. അപ്പോൾ പേനെല്ലാകുമ്പോൾ പിന്നെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പം തിരിച്ചു പോകാൻ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോകുമ്പം ഗൂഗിൾ ചേച്ചി ഏതെല്ലോ റൂട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ആ റോഡിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾ കാണുന്നില്ല, വേസ്റ്റ് നിറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പ്രത്യേകം ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാകുമ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അതെല്ലാം വലിയ കാര്യമാണ്. ആ ഒരു റൂട്ട് മാത്രമാണ് അത്രക്കും വേസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. ആ ഒരു റൂട്ട് ഫുള്ളും അതുപോലെ തന്നെയാണുള്ളത്. പോകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകളെല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എവിടെയോ എന്താ പറയുക, അങ്ങ് പുറത്ത് ഗൾഫിലായിട്ട് എത്തിയ പോലൊരു ഫീലാണ്. നല്ല വൈബ് ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളും നല്ല വ്യൂ എല്ലാം ആയിട്ട്. നമ്മൾ വരുന്ന ടൈമിൽ കുറച്ച് പേര് പറഞ്ഞിനി ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂർ കാണാൻ വലിയ ഗുണമൊന്നുമില്ല, ഇതുപോലെ വേസ്റ്റ് അറിഞ്ഞിട്ടുള്ള വലിയ രസമൊന്നുമില്ല, അവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. എന്നിട്ടും നമ്മൾ എന്നാലും രസമല്ല എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയതാണ്. ഞാൻ പണ്ട് സ്കൂൾ ടൈമിൻ്റെ ആ ഒരു ടൈമിന് മാത്രം, +2 ആ ഒരു ടൈമിൽ ടൂർ പോയ സമയത്ത് മാത്രം ബാംഗ്ലൂർ വന്നിട്ടുള്ളൂ ഫസ്റ്റ്. അതാകുമ്പോൾ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എന്താ പറയുക വണ്ടർലയിൽ പോയി അങ്ങനെ കുറച്ച് കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഏതായാലും ഇനി ഇത്തവണ അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ച്.
അതിൻ്റെ അടുത്ത് അമ്മ എന്തല്ലോ കുറേ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം ഞങ്ങൾ ബാംഗ്ലൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഈ ഒരു ബ്ലോക്കും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ടൗൺ എത്തിയിട്ട്. ഈ ബ്ലോക്കിൽ പെട്ടിട്ട് കുറേ ടൈം അങ്ങനെ പോകട്ടോ. നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ വണ്ടി അനക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു നല്ല എന്താ പറയുക മന്ത്രി മാൾ അങ്ങനെ എന്തോ ആണ് പേര്, ആ ഒരു മാളിലേക്ക് പോയിട്ടുണ്ട്. രാത്രിക്കല്ല ഒരു നമ്മളിപ്പോൾ ഉച്ച ഒരു ടൈമിനല്ല ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം നല്ലപോലെ വിശപ്പുണ്ട് എല്ലാവർക്കും, നല്ലപോലെ ടയർഡായിന്. ഈ ഒരു ദിവസം ഫുള്ളും നമ്മൾ ട്രാവൽ ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു മാൾ തന്നെയാണ് കേട്ടോ. നല്ല എല്ലാ സംഭവങ്ങളും എല്ലാം ഉള്ളത്. എന്ത് കഴിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലേ പിന്നെ നേരെ ഞങ്ങൾ പിസ്സ ഹട്ടിലേക്ക് കയറി. അവിടെ നിന്നൊരു പിസ്സയും പിന്നെ ഒരു പാസ്ത പിന്നെ ഒരു ചീസ് സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്, അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പൈസിയാ. ഒരു സ്പൂൺ വായിൽ വെക്കുമ്പോൾ തന്നെ എൻ്റെ അണ്ണ കിടക്കങ്ങ് പൊള്ളിപ്പോയി. ഇത്ര ചൂടുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കഴിച്ച് ഫുൾ ഫിനിഷാക്കി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓ ആപ്പൂൻ്റെ പ്ലേറ്റിലേക്ക് ഒരുത്ത വെറുതെ അല്ലേ വരാത്ത. ഇവിടെ വന്ന മുതൽ അമ്മ ഈ ഒരു ബോളിൻ്റെ അടുത്ത് ചുറ്റിപ്പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഒരു ഡബിൾ 9 കൊടുത്തിട്ട് ആ ഒരു ബോൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ കാര്യമായിട്ട് വലിയതൊന്നുമില്ല, 3 ടോയ് ഉണ്ടാവും അതന്നെ. പിന്നെ ഈ ഒരു ജീപ്പിൻ്റെ ഒരു റൈഡില്ലേ അതിൽ ഉളക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് അതിലും കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്ന കണ്ടാൽ നിങ്ങളെല്ലാം വിചാരിക്കും സ്നേഹം കൂടുതൽ കൊണ്ടാന്ന്. അതൊന്നുമല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും ഷോപ്പിലേക്ക് കയറുമോ എന്നുള്ള എന്തെങ്കിലും വാങ്ങാൻ പറയുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോക്കാന്ന്. അതെനിക്ക് മനസ്സിലാവും. പിടിച്ചു കൊണ്ടുപോയി. ഇനി അങ്ങോട്ട് കാറിൽ കയറുന്നവരെ ഈ പിടി വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ ഇനി റൂം തപ്പണം, കണ്ടുപിടിച്ചിട്ട് വേണം അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങി എല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് റൂം സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു ടൗണിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുറേ നേരം നമ്മളിങ്ങനെ ഓരോ റൂം തപ്പിപ്പോയി. അങ്ങനെ ഫൈനലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റൂമാണ്. അത്യാവശ്യം നല്ല ക്ലീനും നീറ്റലായിട്ടുള്ള നല്ല റൂമാണ്. റേറ്റും ഉണ്ട്, എന്നാലും ആ ഒരു ഏരിയയിൽ കിട്ടിയതിൻ്റെ ആ ഒരു റേറ്റ് ഇല്ല കേട്ടോ. വലിയ റേറ്റൊന്നുമില്ല, എന്നാലും ഓക്കെയാണ്. ഇങ്ങനെ ഒരു വാഷ്റൂം ഉണ്ട്, നല്ല വൃത്തിയിലുള്ള നല്ല റൂം തന്നെയാണ്.
ഇതാണ് റൂം. TV ഉണ്ട്, പിന്നെ നമുക്ക് കെറ്റിലുണ്ട് രാവിലെ എന്തെങ്കിലും ടീ കോഫി അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് തന്നെ ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് തപ്പി പോവും വേണ്ട, അങ്ങനെ അത് ഓക്കെയാണ്. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പുറത്ത് പോകാൻ, അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കഫേയിലേക്ക് പോകാനേ. നമ്മൾ 7 മണി ടൈമിലല്ലേ ഫുഡ് കഴിച്ചത്, അപ്പോൾ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മസാല ദോശ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയതാണ്. മെയിനിൽ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ ആയിട്ടുള്ള ദോശ തന്നെയാണ് ഇവരെ മെയിൻ. പിന്നെ ഫസ്റ്റ് ഞാനൊരു കോഫിയാണ്. കോഫിയിൽ എന്താ പറയുക, ഭയങ്കര കഴിവ് ഫുള്ളായിട്ട് കുടിച്ച് ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മസാല ദോശക്ക് പറഞ്ഞിന്, പ്ലെയിൻ ദോശക്ക് പറഞ്ഞിന്, പിന്നെ ഊത്തപ്പയില്ലേ, ഊത്തപ്പത്തിനായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സെറ്റ് ഊത്തപ്പം 3 വരിക. അപ്പോൾ ഞാനും റഷ്യ അങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിന്. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. അതിൻ്റെ ആ ഒരു ചട്നിയില്ലേ, ഇവരെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഇതെല്ലാം കഫേ അമോദം അങ്ങനെ എന്തോ ആണ് പേര്, അതാണ്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങൾ റൂമിലേക്ക് നടന്നു പോകാൻ, ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ.